സർ, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കാരണം പഠിക്കാൻ അവിടെ വിദ്യാർത്ഥികളില്ല എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തുകൊണ്ട് കേരളത്തിന് ഇത്തരമൊരു പരിതസ്ഥിതി വരുന്നു എന്നുള്ളതാണ് ചോദ്യം. കേരളം നേരിടാൻ പോകുന്നത് അതിഭീകരമായ ഒരു ജനസംഖ്യ കൊഴിഞ്ഞുപോക്കാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വിദ്യാലയങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കേണ്ടത്. ഈ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാകുമ്പോൾ 62,000 ചെറുകിട വ്യവസായങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ കാലത്തെത്തുമ്പോൾ അത് കേവലം 2,000 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 60,000-ത്തിലധികം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. എന്ന് പറഞ്ഞതുപോലെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും ഇത് ഒരുപോലെ തന്നെ തുടരുകയാണ്. അതായത് കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും വൻതോതിൽ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കണക്കുകളിൽ നിന്ന് തന്നെ നമുക്കിത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ ആകെയുള്ള സ്കൂളുകളുടെ എണ്ണം 15,864. അതിൽ ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയുന്നത് 4,504. എയ്ഡഡ് സ്കൂളുകൾ, സ്വകാര്യ മാനേജ്മെന്റിന്റെ എയ്ഡഡ് സ്കൂളുകൾ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് 7,277. ഇനി സർക്കാരിന്റെ ശമ്പളം പറ്റാതെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത് 863. ഈ കണക്കുകളിലൊന്നും പെടാതെ വേറെ സ്കൂളുകളുമുണ്ട്. അതായത് വനാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന 1000-ഓളം ഏകാധ്യാപക വിദ്യാലയങ്ങളുണ്ട്. മറ്റ് സിലബസുകളിൽ, സ്വതന്ത്ര സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട്. എല്ലാം കൂടി ചേരുമ്പോഴാണ് 15,864 സ്കൂളുകൾ വരിക. ഇത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നമ്പറാണെന്ന് തോന്നാം. പക്ഷേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന പല വൻകിട മാനേജ്മെന്റ് സ്കൂളുകൾ, 4ഉം 5ഉം നിലകളുള്ള വമ്പൻ സ്കൂളുകൾ, 30ഉം 40ഉം 60ഉം സ്കൂൾ ബസ്സുകൾ ഓടുന്ന വമ്പൻ സ്കൂളുകൾ, അതിന്റെ മുകളിലത്തെ 2-3 നിലകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്ന് അവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. 4 നില 5 നില കുത്തി നിറച്ച് കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരുന്ന സ്കൂളുകൾ 1-2 നിലകളിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ബാക്കി 2-3 നിലകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത്ര ഭീകരമാണ് ഈ കൊഴിഞ്ഞുപോക്ക്. ഇത് കോളേജിന്റെ രംഗത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ആകെയുള്ള കോളേജുകൾ 1,332. അതിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നത് 186. അതിൽ സർക്കാർ കോളേജുകൾ എന്ന് പറയുന്നത് 38 കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ 148. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജുകൾ ആകെ 140. അതിൽ എയ്ഡഡ് എന്ന് പറയുന്നത് 120, സർക്കാർ PG കോളേജുകൾ 20, പോളിടെക്നിക് 48. അതിൽ 7 വനിതാ പോളിടെക്നിക്, 6 സ്വകാര്യ പോളിടെക്നിക്. ഇങ്ങനെയുള്ള 1,332 കോളേജുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിഭീകരമായ കൊഴിഞ്ഞുപോക്കാണ്. അതായത് പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അവിടെ 40 മുതൽ 70% വരെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പണ്ടൊക്കെ ഒരു അഡ്മിഷന് വേണ്ടി ക്യൂ നിന്നിരുന്ന മന്ത്രിമാരും ബിഷപ്പുമാരും റെക്കമെൻഡ് ചെയ്യേണ്ടിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഡിപ്പാർട്ട്മെന്റിൽ 1-2 കുട്ടികൾ എന്ന നിലയിലേക്ക് തകർന്നു വീണിരിക്കുന്നു നമ്മുടെ ഡിഗ്രി വിദ്യാഭ്യാസം. ഞാനിതില് പ്രത്യേകിച്ച് ഉദാഹരണം പറയേണ്ട കാര്യമില്ല, ഇന്ന സബ്ജക്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. പണ്ടൊരു കാലത്ത് മലയാളം BA പഠിക്കാൻ ആരുമില്ലായിരുന്നു, പിന്നെ അതിന് തിരക്കായി. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഏതൊരു സബ്ജക്ട് എടുത്തു നോക്കൂ, അത് മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിന് മാത്തമാറ്റിക്സ് ആണെങ്കിലും സയൻസ് സബ്ജക്ട്സ് ആണെങ്കിലും പകുതിയോ 4/1 കുട്ടികൾ പോലും അഡ്മിഷൻ എടുക്കുന്നില്ല. ആർക്കും ഡിഗ്രി വേണ്ട. അപ്പോൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ കോളേജ് അധ്യാപകൻ, ഞാന് ജില്ലയുടെ പേര് പറയുന്നില്ല, ഒരു കോളേജിൽ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ 148 അധ്യാപകർ, വമ്പൻ കോളേജ്. അപ്പോ ഞാൻ ചോദിച്ചു, കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് വേണ്ടേ? ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനാണല്ലോ എന്നെ വിളിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, സാർ 146 അധ്യാപകരും കൂടെ പഠിപ്പിക്കേണ്ടത് 16 കുട്ടികളെയാണ്. കോളേജിൽ ആകെ 16 കുട്ടികൾ, അധ്യാപകർ 146. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. ഇതൊരു സത്യമാണ്. ഇതിന്റെ കാരണം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി, വിദ്യാഭ്യാസം തേടി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ പട്ടേലിന്റെ ഒക്കെ കാലത്ത് വിദേശ വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ വലിയ സമ്പത്ത് വേണം. ഇന്നിപ്പോൾ ആ കാലം പോയിരിക്കുന്നു.
പല രാജ്യങ്ങളിലും സൗജന്യ വിദ്യാഭ്യാസമാണ് എന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിലും പണം ഇങ്ങോട്ട് തന്ന് നമ്മുടെ കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറാണ്. അവിടുത്തെ ഭാഷ പഠിക്കണമെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ജാപ്പനീസ് ഭാഷ പഠിച്ചാൽ ജപ്പാനിൽ സൗജന്യമായിട്ട് പഠിക്കാം. ജർമ്മൻ ഭാഷ കൈവശമുള്ളവർക്ക് ജർമ്മനിയിൽ കാര്യമായ പണച്ചെലവില്ലാതെ പഠിക്കാം. അതുപോലെ പോർച്ചുഗീസ് ഭാഷ പഠിക്കുകയാണെങ്കിൽ പോർച്ചുഗലിൽ പോയാൽ ഇങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ അറിയാം. ഏജൻസികളും ധാരാളമുണ്ട്. അപ്പോൾ സാമ്പത്തികമുള്ള കുടുംബങ്ങളിലും സാമ്പത്തികമില്ലാത്ത കുടുംബങ്ങളിലും എന്ന വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്ന് വിദേശ വിദ്യാഭ്യാസത്തെ സ്വീകരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ പഠനം നടത്തിയപ്പോൾ അതിന്റെ ഉത്തരം ഇതാണ്: അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യാം, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. പഠനം കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡിഗ്രി, ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രി പോലെ അല്ല അവിടെ. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഡിഗ്രികളും ഡിപ്ലോമകളുമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ജോലി ഉറപ്പാണ്. സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാം. എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ കേരളത്തിലോ ഇന്ത്യയിലോ കിട്ടുന്നതിനേക്കാൾ 4 മുതൽ 10 വരെ ഇരട്ടി വരുമാനം കിട്ടും. അതുകൊണ്ട് ഭാവി സുരക്ഷിതമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഈഗോ പ്രശ്നങ്ങളില്ല. എന്ത് ജോലിയും ചെയ്യാം ആർക്കും. അപ്പോൾ നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഡിഗ്രിക്ക് വേണ്ടി, അല്ലെങ്കിൽ PGക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഇനി സ്കൂളുകൾ എന്തുകൊണ്ടാണ് മെലിയുന്നത്? സ്കൂളുകളിൽ എന്താ അഡ്മിഷൻ ഇല്ലാത്തത്? ഇതേക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ഈ സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കളുടെ പ്രായം നോക്കൂ. ഒരു 25 മുതൽ 50 വയസ്സ് വരെ ഉള്ള പേരൻസിന്റെ കുട്ടികളാണ് സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. 25 മുതൽ 50 വരെ പ്രായമുള്ള ആരാണ് ഇപ്പൊ കേരളത്തിൽ ഉള്ളത്? ഒന്നുകിൽ ഇവരെല്ലാം വിദേശത്താണ്, അല്ലെങ്കിൽ ഇവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ പഠിക്കുന്ന 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള മാതാപിതാക്കളുടെ മക്കൾ അതാത് രാജ്യങ്ങളിലോ അതാത് സംസ്ഥാനങ്ങളിലോ പഠിച്ചേ പറ്റൂ. അവർക്ക് കേരളത്തിൽ പഠിക്കാൻ വന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന മറ്റു സംസ്ഥാനങ്ങളിലും നല്ല വിദ്യാഭ്യാസവും തൊഴിലും കിട്ടുന്ന മറ്റു രാജ്യങ്ങളിലും ചേക്കേറിപ്പോയ യുവതി യുവാക്കളുടെ മക്കൾ അവിടുത്തെ സ്കൂളുകളെ ആശ്രയിക്കുമ്പോൾ ഇവിടുത്തെ സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വരും. ഇത് ചെറിയ കാര്യമല്ല. കേരളം കാര്യമായി ഗൗനിക്കാത്ത അതിഭീകരമായിട്ടുള്ള ഒരു ഒഴിഞ്ഞുപോക്കാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ കോളേജുകൾ നടത്തുന്ന എയ്ഡഡ് മാനേജ്മെന്റുകൾ ഇതിനൊരു ബദൽ നിർദ്ദേശം സർക്കാരിന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ഞാനൊരു മാനേജ്മെന്റിന്റെ പേര് പറയുന്നില്ല, എങ്കിലും ഏത് മാനേജ്മെന്റ് ആട്ടെ, 40 കോളേജുകൾ, 60 കോളേജുകൾ, 30 കോളേജുകൾ, 100 കോളേജുകൾ ഒക്കെ നടത്തുന്ന വമ്പൻ മാനേജ്മെന്റുകൾ കേരളത്തിലുണ്ട്. അവരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ കോളേജുകളെയും അവരുടെ ഡിപ്പാർട്ട്മെന്റുകളെയും മെർജ് ചെയ്യുകയാണ്. ലയിപ്പിച്ചിട്ട് പല കോളേജുകളിലെ പല ഡിപ്പാർട്ട്മെന്റുകളെ കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ട് ഒരു ക്ലാസ് മുറി ഒപ്പിച്ചെടുത്ത് അവിടെ ക്ലാസ് നടത്തേണ്ട ഗതികേടിലേക്ക് വരികയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഇപ്പൊ സ്ഥിര നിയമനം ഇല്ലല്ലോ. കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, സ്ഥിര നിയമനം ഇല്ല. കാരണം സ്ഥിരം പഠിപ്പിക്കാൻ പിള്ളേരില്ല, പഠിപ്പിക്കാൻ വന്നാൽ കൊടുക്കാൻ ശമ്പളം ഇല്ല എന്ന് പറയുന്ന പോലെ സ്കൂളുകളിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് കേരളം പഠിക്കേണ്ട കാര്യമാണ്. സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ വേണ്ട. കാരണം സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ സൗജന്യമായിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി കോച്ചിങ് സെന്ററുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ ആർട്സ്, നിങ്ങളുടെ സയൻസ്, നിങ്ങളുടെ മാത്തമാറ്റിക്സ് ഇതെല്ലാം ഞങ്ങൾ ടീച്ചേഴ്സിനെ തരാം. പിന്നെ നിങ്ങൾ എന്തിനാ ടീച്ചേഴ്സിനെ വെച്ച് ശമ്പളം കൊടുക്കുന്നത്? അപ്പോ അൺഎയ്ഡഡ് മേഖലയിൽ ഇത് വലിയ ലാഭമാണ്. അപ്പോ അൺഎയ്ഡഡ് മേഖലയിൽ ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിക്കാൻ, സയൻസ് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനെ എടുത്ത് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. കോച്ചിങ് സെന്ററുകാർ ടീച്ചേഴ്സിനെയും കൂടെ കൊടുക്കും, ക്ലാസ്സും എടുത്തു കൊടുക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഫീസ് കോച്ചിങ് സെന്ററിൽ അടയ്ക്കണം, അതിന്റെ വീതം അൺഎയ്ഡഡ് സ്കൂളിന് കിട്ടും. വമ്പൻ കച്ചവടമാണ്, ഭയങ്കര ലാഭമാണ്. എനിക്ക് പറയാനുള്ളത്, B.Ed പാസ്സായി ടീച്ചറാകാമെന്നും കരുതി ആരെങ്കിലും തെക്ക് വടക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യം കട്ടപ്പുകയാണ്. ഇത് കേരളമാണ്. യാതൊരു ഭാവിയുമില്ല വിദ്യാഭ്യാസത്തിന്, യാതൊരു ഭാവിയുമില്ല അധ്യാപനത്തിന്. അതുകൊണ്ട് ടീച്ചേഴ്സ് ആകാൻ ആരും ഒരുങ്ങണ്ട. ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു, കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. അതുപോലെ കുട്ടികളെയും കാത്ത് ആരും സ്കൂളും തുറന്നു വെച്ചിരിക്കണ്ട. സ്കൂളൊക്കെ അടച്ചു പൂട്ടി വേറെ വല്ല ജോലിക്കും പോകാതിരിക്കും നല്ലത്. പിന്നെ സ്കൂൾ കെട്ടിടം എന്തിനൊക്കെ വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ളത് ഇപ്പോഴേ അന്വേഷിച്ചോളുക. 28 എഞ്ചിനീയറിംഗ് കോളേജുകൾ വിൽപ്പനയ്ക്ക് വെച്ച സംസ്ഥാനമാണ് കേരളം. 28 എഞ്ചിനീയറിംഗ് കോളേജ് മൊത്തമായിട്ടോ ചില്ലറയായിട്ടോ പൊളിച്ചു വിൽക്കപ്പെടും എന്നുള്ള ബോർഡ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇനി എഞ്ചിനീയറിംഗ് കോളേജ് പൊളിച്ചു വിൽക്കുന്നത് പോലെ മെഡിക്കൽ കോളേജ് പൊളിച്ചു വിൽക്കും. ഞാനിത് പറയുമ്പോൾ ആർക്കും വിശ്വാസം വരില്ല, പക്ഷെ സത്യമാണ്. നിങ്ങൾ നോക്കൂ,
കേരളത്തിന്റെ പൊതുവീഥികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ 100 മീറ്ററിൽ ഓരോ ലോട്ടറി വിൽപ്പനക്കാരെ കാണാമല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും ബൈക്കോ കാറോ നിർത്തിയാൽ ആൾക്കാർ ഈച്ച പൊതിയുന്ന പോലെ പൊതിയും. അത് മുഴുവൻ ലോട്ടറി വിൽക്കുന്നവരാ. അത്ര ഗതികേടില് കേരളം എത്തി. ഇതുപോലെ ഓരോ 500 മീറ്ററിലും ഓരോ ദന്താശുപത്രി കാണുന്നില്ല ഇപ്പം. നിങ്ങൾ കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും ഓരോ 500 മീറ്ററിൽ ഓരോ ദന്താശുപത്രി, ഡെന്റൽ ക്ലിനിക്ക്, ഡെന്റൽ ഹോസ്പിറ്റൽ, സ്മൈൽ ക്ലിനിക്ക്, അത് ഇത്. എന്താ കാര്യം എന്നറിയോ? MBBS പഠിക്കാൻ പോയിട്ട് കിട്ടാതെ വന്നവരെല്ലാം പിന്നെ പല്ല് ഡോക്ടർമാരായി. ഇപ്പൊ 32 പല്ലിന് ഓരോ സ്പെഷ്യലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. കോമ്പല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് അണപ്പല്ല് നോക്കുകയല്ല, മുൻപല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് പിൻപല്ല് നോക്കുകയല്ല, അടിയിലത്തെ പല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് മുകളിലത്തെ പല്ല് നോക്കുകയല്ല. ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക. അല്ലാതെ ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് അപ്പാടെ തകരുകയാണ് കേരളം. ഇത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പേരും അടുത്ത തലമുറയാവുമ്പോഴേക്കും കേരളം വിട്ടു പോകേണ്ടി വരും. അവസാനം കേരളത്തിലെ മണ്ണ് വിറ്റ്, വീട് വിറ്റ്, തോട്ടം വിറ്റ്, ഫ്ളാറ്റ് വിറ്റ് വിദേശത്ത് കുടിയേറേണ്ടി വരും. അത്ര ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഭരണാധികാരികൾ കഴിഞ്ഞ 75 വർഷം കൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഭരണാധികാരികൾക്ക് ഈ കാര്യം നന്നായിട്ട് അറിയാം. മന്ത്രിമാര്, എംപിമാര്, MLA-മാരെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ വിദേശത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവരവിടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊട്ടിയാൽ വിദേശത്ത് പോയി ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ഇണക്കിയിട്ടുണ്ട്. പക്ഷെ പാവ വോട്ടർമാർ, പൊതുജനങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും ഇത്തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താൻ ആളുകളില്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു അപജയം എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.